ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ട്രെയിൻ യാത്രയിലെ സുരക്ഷിതത്വം എന്നതിനെക്കുറിച്ചാണ്. ഇത്രയും പ്രോഗ്രസീവായ നമ്മുടെ ഒരു സമൂഹത്തിൽ ട്രെയിൻ യാത്ര യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളതാണ് സത്യം പറയുകയെന്നുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കന്യാകുമാരിയാണ്, അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയാണ്. നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ട്രെയിനിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതും ഡിസബിലിറ്റി കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഡിസബിലിറ്റി കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനായിട്ട് ഡോറില്ല, അത് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ആളുകളൊന്നും കയറത്തില്ല. അപ്പോൾ പാസ് വേണം, അതുപോലെ തന്നെ ടിക്കറ്റും എടുക്കണം. പാസ് ഉണ്ടെങ്കിലും കൂടി ടിക്കറ്റും എടുത്താലാണ് അതിൻ്റെ അകത്ത് ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാനായിട്ട് നിയമം. അതാണ് ശരിക്കുള്ള നിയമം. പക്ഷേ ആ നിയമം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ വന്ന് ടിക്കറ്റ് എടുക്കാത്തവർ കൂടി ടിക്കറ്റ് എടുക്കാനായിട്ട് മടിയുള്ളവരും അങ്ങനെ പല തരത്തിലുള്ള ആളുകളും വന്ന് ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിൻ്റെ അവിടെയും അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഇരിക്കുകയാണ്. സീറ്റിൽ വന്നിരിക്കാതെ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് അവർക്ക് ഇറങ്ങാവുന്ന സ്ഥലമാകുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോവും. ഇതൊക്കെ തന്നെയാണ് ആവർത്തിക്കുന്നത്. ചെക്കിങ് നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ അകത്ത് നല്ല ആളുകൾ കുറവായിരിക്കുമല്ലോ, അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. അതൊക്കെ കരുതി തന്നെയാണ് ഇവർ എല്ലാ തരത്തിലുള്ള ആളുകളും ഇതിൻ്റെ അകത്തോട്ട് ചാടി കയറുന്നത് കേട്ടോ. പക്ഷേ അതൊരു കമ്പാർട്ട്മെൻറ്റ് അവർ കയറുന്നതിനല്ല പറയുന്നത്. പലതരത്തിലുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള അപകടങ്ങളും നടന്നിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മളുടേത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്ന ആളുടെ ക്യാരക്ടർ എന്താണ്, വല്ല ക്രിമിനലാണോ, വല്ല അടിച്ചിട്ടിട്ട് പോകാനാണോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാനേഴ്സ് എങ്കിലും കാണിക്കണം. മനസ്സിലായില്ലേ? ഫ്രണ്ടിലുണ്ടൊരു കമ്പാർട്ട്മെൻറ്റ്, ബാക്കിലും ഉണ്ടൊരു കമ്പാർട്ട്മെൻറ്റ്. അത് ബാക്ക് സൈഡിൽ പിന്നെ ഗാർഡ് ഉള്ളത് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഇതിലാണ് നമ്മളവിടെ ഇരിക്കണം. എന്നാലും ചെക്കിംഗ് ഒന്നും നടക്കത്തില്ല. വല്ലപ്പോഴും വന്ന് അവിടെ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ചിലരും വലിയ ശുഷ്കാന്തിൽ വന്നിട്ട് ഇടയ്ക്കൊന്ന് വന്നിട്ട് എല്ലാവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ച് നോക്കിയിട്ട് പോകും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ വരുമ്പോൾ അത് തീർന്നു. അടുത്ത സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും കയറിയിരിക്കും, അതവിടെ ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ആദ്യം വലിയ ഇതിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ് കാണിക്കുക, അത് കാണിക്കുക, ഇത് കാണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കാണിക്കലായിരിക്കും. ഓരോ സ്റ്റേഷനിൽ നിന്നും ആളുകൾ കയറുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ വേറൊരു 1-2 പേരൊക്കെ തന്നെ അതിൻ്റെ അകത്ത് കാണുള്ളൂ. അപ്പോൾ ഈ പുറമേ നിന്ന് കയറി വരുന്നവർ, അടുത്ത സ്റ്റേഷനിൽ നിന്ന് കയറി വരുന്നവർ ഏത് തരത്തിലുള്ളവരാണ് എന്നൊന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നവരെ സുരക്ഷിതരാക്കണം. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് ഡിസബിലിറ്റി കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നത് ആരാണെന്ന് കറക്റ്റായിട്ട് അവർ ചെക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ആവശ്യത്തിന് എപ്പോഴും ഒരേപോലെ ചെക്കിങ് നടന്നിരിക്കണം. ഡിസബിലിറ്റി പാസ് ഉണ്ടെങ്കിലും ടിക്കറ്റ് എടുക്കാതെ ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണോ കയറി ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അവർ ചെക്ക് ചെയ്യണം. എപ്പോഴും ചെക്ക് ചെയ്യണം. വല്ലപ്പോഴും വന്നൊന്ന് ചെക്ക് ചെയ്ത് ഒരു ഷോ കാണിച്ചത് കൊണ്ട് കാര്യമില്ല. അത് ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വല്ല ക്രിമിനലുകളുമാണ് കയറി ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം ശ്രമിക്കാം, നമുക്ക് ഓടാൻ പോലും പറ്റത്തില്ല. എങ്ങോട്ട് എടുത്തിട്ട് ഓടാൻ എങ്കിലും പറ്റുമോ? നമ്മൾ മാത്രമേ കാണുള്ളൂ. അടുത്ത കമ്പാർട്ട്മെൻറ്റുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു ഇതാണ് ഡിസബിലിറ്റിയുടെ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോഴത്തേക്ക് അത് ഭയങ്കര ഡേഞ്ചറാണ്. വളരെ അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഡോറിൻ്റെ അവിടെ നിന്ന് ചോദിക്കും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, അല്ലാതെ അത് കാണിക്കാൻ പോലും പറയത്തില്ല. ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, പാസ് ഉണ്ടോ, അവിടെ നിന്ന് ചോദിച്ചിട്ട് അങ്ങ് പോകും. ഇനി അതിൻ്റെ അകത്ത് ക്യാമറ പോലെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഇനിയിപ്പോൾ ക്യാമറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുന്നയാൾ ഏതെങ്കിലും ക്രിമിനലായി നമ്മൾ ആഭരണങ്ങളോ എന്തെങ്കിലും നമ്മളെ അടിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറയും തപ്പി അയാളെ പിടിച്ചിട്ടും കാര്യമില്ലല്ലോ. കിട്ടാനുള്ളത് നമുക്ക് കിട്ടില്ല. അപ്പോൾ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും പോലീസിനും ഗാർഡിനും ഒക്കെ ഇത് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അതവരുടെ ജോലിയാണ്. അപ്പോൾ ഇതിന് ഇത്തിരി കൂടി ഒരു ഉത്തരവാദിത്തം കാണിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.